ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് BSc വ്ലോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിലർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഈ ഒരു മഞ്ഞുകാലത്ത് നമ്മൾ കുളിച്ചു കഴിയുമ്പോൾ ചെറുതായിട്ടെങ്കിലും നമ്മുടെ ശരീരത്തിന് ചൊറിച്ചിലും, അതായത് ഇച്ചിങ് അല്ലേ, അങ്ങനെ ഉണ്ടാവുന്നതും ചുവന്ന് തടിക്കുന്നതും റെഡ്നെസ് ഒക്കെ വരുന്നതും സാധാരണയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പൊ ഇതെങ്ങനെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനെ നമുക്ക് മാറ്റാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് മൈൽഡ് ആയിട്ടുള്ള സോപ്പ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കാം. അതായത് നമ്മൾ കഴുകി കഴിയുമ്പോൾ ഫുള്ളായിട്ട് ഹൈഡ്രേഷൻ ഒക്കെ കളഞ്ഞ് മോയ്സ്ചറൈസേഷൻ ഒക്കെ കളയുന്ന ഒരു സോപ്പ് ആണെങ്കിൽ അത് ഡ്രൈനെസ് ഉണ്ടാക്കുന്ന സോപ്പാണ്. അങ്ങനെയുള്ള സോപ്പ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. പകരം മൈൽഡ് ആയിട്ട് നമ്മുടെ അഴുക്കുകൾ മാത്രം കളഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറൈസേഷൻ നിലനിർത്തുന്ന മൈൽഡ് സോപ്പുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഡവ് പോലെയുള്ള സോപ്പുകളൊക്കെ ഇതുപോലെ എക്സ്ട്രാ മോയ്സ്ചറൈസേഷൻ നിലനിർത്തുന്ന സോപ്പുകളാണ്. ഇത് pH വാല്യൂ ടെസ്റ്റ് ചെയ്ത് തന്നെ എടുത്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും ഷവറിലൊക്കെ ആയിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും കുളിക്കുന്നത്. ഈ ഷവറിൽ കുളിക്കുന്ന രീതിയിൽ നിന്ന് ഒന്ന് മാറ്റി പിടിച്ചിട്ട് ബക്കറ്റിൽ വെള്ളത്തിൽ നമ്മൾ കുറച്ച് ഒരല്പം ഉപ്പിട്ടിട്ട് ആ വെള്ളത്തിൽ ഒന്ന് കുളിക്കാൻ വേണ്ടി നോക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പില് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചർമ്മ രോഗങ്ങളെയൊക്കെ ഒരു പരിധി വരെ നീക്കി നിർത്താൻ വേണ്ടി സഹായിക്കുന്നതാണ്. വളരെ കുറച്ച് ഉപ്പിട്ടാൽ മാത്രം മതി. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുളിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ ടവൽ കൊണ്ട് ശക്തിയായിട്ട് ഉരച്ചൊന്നും തുടയ്ക്കാതിരിക്കുക. പകരം ഒന്ന് പാഡ്രൈ ചെയ്ത് ഇങ്ങനെ ഒപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ആ നനവോട് കൂടി തന്നെ ഒരു മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്യുക. ഏറ്റവും നല്ല മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ്. പക്ഷെ കുളി കഴിഞ്ഞ ഉടനെ നമ്മൾ വെളിച്ചെണ്ണ തേക്കുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതിന് പറ്റുന്ന ഒരു റെമഡിയും കൂടി പറഞ്ഞുതരാം. ഇത് നമ്മൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഗ്ലിസറിൻ ആണ്. ഈ ഗ്ലിസറിൻ കൊണ്ട് നമുക്ക് നല്ലൊരു സൂപ്പർ ഒരു മോയ്സ്ചറൈസർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെ തയ്യാറാക്കുന്നതിനുള്ള ലിങ്ക് ഞാൻ കാർട്ടിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും ഈ മഞ്ഞ് കാലത്തൊക്കെ പൊതുവെ മിക്ക ആളുകളും. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് സ്കിന്നിന് ഡ്രൈനെസ് ഉണ്ടാക്കുന്നതും അതുവഴി ചുളിവുകൾ ഉണ്ടാക്കാനും ചാൻസ് കൂടുതലാണ്. സ്കിന്നിൽ ചുളിവുകളൊന്നും അങ്ങനെ വരണ്ട, ഡ്രൈനെസ് ഒന്നും ഉണ്ടാവണ്ട, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ചൂടുവെള്ളത്തിലുള്ള കുളി അങ്ങ് ഒഴിവാക്കുക കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കുളിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു ചൊറിച്ചിലും ചുവന്ന് തടിക്കലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ എത്രയും വേഗം തന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക കേട്ടോ. കാരണം അവർക്ക് മാത്രമേ നിങ്ങളുടെ സ്കിന്നിന്റെ കണ്ടീഷൻ എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. മഞ്ഞുകാലമാണ്, തണുപ്പാണെന്ന് കരുതിയിട്ട് സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാതെയൊന്നും ഇരിക്കരുത്. മോയ്സ്ചറൈസ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യുക. ഒപ്പം തന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക കേട്ടോ. വെള്ളം കുടിക്കുന്ന കാര്യത്തിലൊന്നും ഒരു മടിയും കാണിക്കരുത്. പിന്നെ പുറത്തിറങ്ങുമ്പോൾ നല്ല ചൂടാണ്, അതുകൊണ്ട് സൺസ്ക്രീനിന്റെ ഉപയോഗവും കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് കാണാം ഡിയേഴ്സ്. ബൈ, ടേക്ക് കെയർ.